ആതിര, ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ്റെ ഒരു പ്രസംഗം ഇപ്പോഴത്തെ നിലവിൽ ഉള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെ സരിതയുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ട ആ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഒരു പൊതുവേദിയിൽ ഇത്തരത്തിൽ ഇലക്ഷൻ്റെ ഒരു പൊതുവേദിയിൽ ചാണ്ടി ഉമ്മൻ ശരിക്കും പൊട്ടിത്തെറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ മറിച്ച് നിരവധി അഭിമുഖങ്ങൾ ചാനലുകളിൽ നടക്കുമ്പോൾ തൻ്റെ പിതാവിന് പറ്റിയ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും അദ്ദേഹം പിണറായി വിജയൻ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാകുമ്പോൾ ഇന്നലത്തെ മിത്രം ഇന്നത്തെ ശത്രുവാകാം. രാഷ്ട്രീയം അതാണ്. എന്താ കേട്ടെടുത്ത് നിന്ന് എന്താ മനസ്സിലാവും? ആ ഒരു പ്രസംഗത്തിന്റെ രണ്ട് വശമുണ്ട് ചേട്ടാ. ഒന്നാമത് ഇലക്ഷനാണ്. ഇലക്ഷൻ സമയത്ത് ഇതിനെ ഭരണപക്ഷം ഉപയോഗിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ലേബലിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാത്രമാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉമ്മൻചാണ്ടിയെ മുന്നിൽ കണ്ടല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പ്രസംഗിച്ചുകൊണ്ട് വോട്ട് നേടുക, അതിൻ്റെ അപ്പുറത്തേക്കും നിങ്ങൾ ചെയ്ത വികസനങ്ങൾ പറഞ്ഞ് വോട്ട് നേടാൻ നോക്കൂ ചാണ്ടി ഉമ്മ എന്നാണ് ഭരണപക്ഷത്തിന്റെ ആ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതികരണത്തെ പറ്റി നമ്മൾ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്കും ചാണ്ടി ഉമ്മന്റെ ആ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഒരു വികാരതീതത്തിന്റെ അപ്പുറത്തേക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ പുതുപ്പള്ളിയിലെ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ശ്രീ പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവനല്ലേ താൻ ഇത്തവണ തീർച്ചയായും താഴേക്ക് ഇറങ്ങും, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി ഇതൊക്കെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ക്ഷമിക്കാൻ സാധിക്കുന്നത്? ഇത്തരത്തിലുള്ള നിലപാടുകൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രസംഗം ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിൽ വെറും കല്ലുകൾ മാത്രം ഇട്ടിട്ട് പോയ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളത് വാസവൻ ഉൾപ്പെടെ എന്ന മന്ത്രിമാർ അവിടേക്ക് വരികയുണ്ടായി. അതിനുശേഷം കല്ലിട്ടു, ഇദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചു, അതിനുശേഷം ഇവർ പോയി. അതിന്റെ ബാക്കി അപ്ഡേഷനുകൾ ചോദിക്കുന്ന സമയത്ത് ഇവരുടെ വായിൽ അല്ലെങ്കിൽ ഇവരാരും ഒന്നും മിണ്ടുന്നില്ല, അത് അബദ്ധം പറ്റിപ്പോയതാണ് എന്നാണ് ചാണ്ടി ഉമ്മനോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ആരോപണം ചാണ്ടി ഉമ്മൻ ഉന്നയിക്കുന്നത് പുതുപ്പള്ളിയിലെ റോഡുകൾക്ക് ടാറിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. പുതുപ്പള്ളിയെ വികസനം മുരടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി എന്ന് അറിയപ്പെടുന്നത് കൊണ്ടായിരിക്കാം അവിടേക്ക് വികസനം എത്തപ്പെടണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സർക്കാരിന്റെ നിലപാട് എന്ന്. കാരണം പുതുപ്പള്ളിയുടെ അപ്പുറത്ത് ചങ്ങനാശ്ശേരി വരെയൊക്കെ ടാറിംഗ് വന്നു കഴിഞ്ഞാലും ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടും ടാറിംഗ് അങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ ടാറിംഗ് അവിടെ ഇടാൻ പറ്റുന്നില്ല. ഇത്തരം ഒരു സാഹചര്യം പുതുപ്പള്ളിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ടാണ് ഏറെ സംസാരിക്കുന്നത്. അതിന്റെ ബാക്കി പ്രസംഗത്തിൽ പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുന്നതും ഉമ്മൻചാണ്ടിയെ വെച്ചിട്ട് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ അകത്ത് ശ്രീ പിണറായി വിജയൻ ഇദ്ദേഹത്തിന്റെ രോഗശയ്യായിരിക്കുന്ന സമയത്ത് സഹായിച്ചതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതൊരു മുഖ്യമന്ത്രി എന്ന നിലയിലാണ് സഹായിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തെ എടുത്തു വെച്ചിട്ടാണ് ഉമ്മൻചാണ്ടി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റ അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നത്. ഇതൊരു വെറും പ്രസംഗമല്ല ചേട്ടാ. എപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത് തന്നെയാണ്. ഇത്തവണ രാഷ്ട്രീയവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷ അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ മാത്രമാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ പോലും രാഷ്ട്രീയം പറയുന്നുണ്ട്. കൃത്യമായി പുതുപ്പള്ളി വികസന പദ്ധതികളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പുതുപ്പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടി ഓർക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഉമ്മൻചാണ്ടി എന്നവർ പറയുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നം? അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ LKG-യിലുള്ള ഒരു കുട്ടി മുതൽ പ്രായമായവർ വരെ പലപ്പോഴും തന്നെ കാണുമ്പോൾ ഉമ്മൻചാണ്ടി എന്നാണ് വിളിക്കുന്നത്. അത് തനിക്ക് തിരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മരണകാലത്തോളം ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ പറ്റി സംസാരിക്കുക തന്നെ ചെയ്യും. അത് പിതാവിന്റെ അപ്പുറത്തേക്കും അവിടുത്തെ ഒരു മികച്ച നേതാവ് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിൽ ആർക്കാണ് ഇത്ര രോക്ഷം കൊള്ളാനുള്ളത്? നിങ്ങൾ എത്ര രോക്ഷം കൊണ്ടു കഴിഞ്ഞാലും പുതുപ്പള്ളിയിലെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ്. മിക്കവാറും ഈ ഒരു പ്രസംഗത്തിന് ശേഷം ഒരു 50,000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് അതിന്റെ അപ്പുറത്തേക്കും ഒരു 1,00,000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിലേക്ക്, എന്ന് വെച്ചാൽ
ഇത് കൃത്യമായ കണക്കുകൾ ഞാൻ പറയുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്കും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാം എന്നുള്ള രീതി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ജനപ്രിയത വർദ്ധിക്കുമെന്നാണ് ആതിര പറയുന്നതിന്റെ അർത്ഥം. അതെ, ജനപ്രിയത വർദ്ധിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഒരു നേതാവ് പലപ്പോഴും അവരുടെ കത്തിക്കേറുന്ന പ്രസംഗങ്ങൾക്ക് ആരാധനാ വിധേയരാകുന്നതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടും. അതെ, അതിന്റെ അപ്പുറത്തേക്കും ഒരാളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വേറെ ഇടത് നേതാക്കളും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ട്. അതിൽ കൊലപാതകങ്ങളും വെട്ടുകളെ പറ്റി സംസാരിക്കുന്ന അത്ര ധീര പ്രസംഗങ്ങളെ പറ്റിയിട്ടല്ല, അല്ലാതെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന, ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഭരണാധികാരി നമുക്ക് വേണ്ടതാന്ന് തോന്നിക്കുന്ന പ്രസംഗങ്ങളെ പറ്റിയിട്ടാണ്. അല്ല, ഇതില് എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇതേക്കൂട്ട് ഈ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നേതാക്കളെയും, ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ ചെറുപ്പക്കാര്, ഇപ്പൊ എന്റെ കേട്ടറിവില് 1970-കളിൽ കോൺഗ്രസിന് വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, പിന്നെ ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ അവരുടെ ചെറുപ്പകാലമാണ്. അന്ന് അവരിങ്ങനെ വളരെ ഭംഗിയായിട്ട് കോൺഗ്രസിലെ യുവനിര ഇങ്ങനെ കയറി വരുന്ന സമയത്ത് CPM സഹിക്കുന്നില്ല. അങ്ങനെ അവർക്കെതിരെ ഉണ്ടാക്കിയ കഥകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥകളെ അതിജീവിച്ച് വന്ന നേതാക്കളിൽ ഇന്ന് അവശേഷിക്കുന്നത് AK ആന്റണിയാണ്. AK ആന്റണി, വയലാർ രവി, ഇവരൊക്കെ തന്നെ അന്ന് തീപ്പൊരി നേതാക്കളാണ്. അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ്. പിന്നെ നിയമസഭയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി അധിക്ഷേപം നടത്തിയതിൽ പങ്ക് മരണപ്പെട്ടു പോയ VS അച്യുതാനന്ദന് വരെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓർക്കാതെ പോകരുത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നത്, അതിന് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ടേമായിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ 7 അയലത്ത്, ഒരു മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ, നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, നമുക്ക് ഒരു 7 അയലത്ത് എത്താൻ പറ്റില്ല. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ നേതാവിന്റെ അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സരിതാ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ജനപ്രിയത എന്ന് പറയുന്നത്, ഇവരിനി എത്ര അളവുകോൽ വെച്ച് നോക്കിയിരുന്നാലും ഇവരുടെ ഒരു നേതാവിന് ചിലപ്പോൾ EK നായനാരോട് ഇഷ്ടം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് സഹായിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി സഹായിച്ചു, എല്ലാം കാണിച്ചു വെച്ചിട്ട് പിന്നെ സഹായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഇവരുടെ ഒരു അജണ്ടയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി, ഞാൻ ഈ പറഞ്ഞ പോലെ 70-കളിലെ നേതാക്കൾ മുതൽ ഇങ്ങേയറ്റം ഇപ്പോൾ ഇവിടം വരെ. ഇപ്പൊ ചാണ്ടി ഉമ്മനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുപോലെ, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറയുക തന്നെ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് പറയാതെ എങ്ങനെ പോകാൻ കഴിയും? അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പിതാവിനുള്ള മഹിമ അദ്ദേഹം പറയാതെ തന്നെ ഈ പറയുന്ന കേരള സമൂഹത്തിന് അറിയാവുന്നതാണല്ലോ. ഇപ്പം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചാർത്താവുന്ന രീതിയിൽ ഒരു കഥ ചാർത്തി ഈ പാർട്ടി കൊടുത്തല്ലോ. അല്ല, ഈ ഭരണപക്ഷത്തിലിരിക്കുന്ന ആർക്കാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതൊന്നും നമ്മൾ ആലോചിക്കണമല്ലോ. ഇതിനകത്തിൽ പലരും പാർട്ടി നേതാക്കളുടെ മക്കൾ മത്സരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ ഇപ്പോൾ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അതിൽ ആർക്കാണ് ഇത്രത്തോളം ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവിനെ പറ്റി എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾ പാർട്ടി മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഈ പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇത്തരത്തിൽ ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. അതേപോലെ ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ? ഇത് നമ്മുടെ സാധാ ജനങ്ങളും പലപ്പോഴും ശ്രീ പിണറായി വിജയനോട് ചോദിച്ച കാര്യമാണ്. നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ ആലോചിച്ച് നിങ്ങൾക്ക് കുറ്റബോധം തോന്നില്ലേ? കുറ്റബോധമില്ലാത്തൊരു മനുഷ്യനാണോ നിങ്ങൾ? അതിന്റെ അപ്പുറത്തേക്കും ഒരു മരണശേഷം, ഇപ്പോ മരണം വരെ, അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ പല രീതിയിൽ അയാളെ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അത് കുറ്റം പറയുന്നതും അതോടൊപ്പം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുണ്യമായി നമുക്ക് കരുതാൻ സാധിക്കുന്നത്, മരണശേഷവും അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ സ്നേഹിച്ചു നിർത്താൻ ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ സംസാരിക്കാൻ അദ്ദേഹം നേരിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത തലമുറ വരെ അദ്ദേഹത്തെ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആർക്കും അളന്നു നോക്കാൻ പോലും പറ്റാത്തത്ര ഒരു കൊടുമുടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആതിര, ഇതിനകത്ത് ഈ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആതിരയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ പറയുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അന്ന് അദ്ദേഹം എന്താ ചെയ്തത്? ഈ പറയുന്ന ചുവപ്പ് നാടയിൽ കുരുങ്ങിയിരുന്ന എത്രയോ കേസുകൾ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം 12 മണി വരെ നിന്ന് പേപ്പറുകൾ വാങ്ങിയാണ് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചത്. അന്ന് ഇവിടെ പലരും ചോദിച്ചു, എന്തിനീ ഉദ്യോഗസ്ഥരെന്നാണ് ചോദിച്ചത്. അവിടെയാണ്. അത് മാത്രമല്ല, നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ നമുക്ക് പറയേണ്ടി വരും. അതായത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹത്തിന്റെ മകൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ജനപ്രിയത ഈ പറയുന്ന പാർട്ടിക്കകത്തുള്ളവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഉൾപാർട്ടി രാഷ്ട്രീയം അത് തന്നെയാണ് ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രോഗബാധിതനായി വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചതെന്ന ഒരു കാര്യം നമുക്കിവിടെ പറയാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം കൂടെ കൊണ്ടു നടന്നവർ തന്നെയാണ് ഈ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് എന്നുകൂടെ ചിലപ്പോൾ അതിലൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ശ്രീ ഗണേഷ് കുമാർ. അദ്ദേഹത്തെ ഇപ്പോൾ
ഇടതു തട്ടകത്തിലെ ഒരു പ്രധാന മന്ത്രിസ്ഥാനം അലങ്കരിക്കുകയാണ്. നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തിക്കോളൂ. സ്വന്തം വീട്ടിലെ കുഴി തോണ്ടാൻ സാധിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അയൽ വീട്ടിലെ കുഴി തോണ്ടാനും സാധിക്കും. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. പിന്നെ ആ ഒരു കുറ്റബോധവും അല്ലെങ്കിൽ അത്ര ചിന്താഗതികളോ ഒന്നും ഇല്ലാത്ത പക്ഷങ്ങളാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല. എല്ലാം ഒരു കയ്യകലം വിട്ടായിരിക്കാം അവർ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയല്ല ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയെ പോലെ മൃദുമായ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ എല്ലാം ക്ഷമിക്കുന്ന നിലപാടുകളോ ചാണ്ടി ഉമ്മൻ സ്വീകരിക്കണമെന്നില്ല. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു മാലാഖയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ അങ്ങനെയല്ല. ഒരു പുലിക്കുട്ടിയായിട്ട് തന്നെയാണ് പുതുപ്പള്ളിക്കാർ കാണുന്നത്. അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച ഒരു പ്രധാന വിഷയമാണ് കല്ലുകൾ നിറക്കുന്നു. കല്ലുകൾ നിറക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് പ്രത്യേകം കല്ലുകളും ഉദ്ഘാടനങ്ങളും നടത്തുകയാണ് ഓടി നടന്ന മന്ത്രിമാർ ചെയ്യുന്നത്. ഇത് എന്താണെന്നുള്ളതിന്റെ സത്യാവസ്ഥ നമുക്ക് ആ കല്ലുകളെ പറ്റിയിട്ട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ ഇങ്ങ് എടുക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഉന്നയിക്കുന്ന ഉമ്മൻചാണ്ടിയെ പറ്റി ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പറയുന്നുണ്ടോ അവരെയൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ ഉത്തരമാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ തന്റെ പ്രസംഗത്തിലൂടെ നൽകിയിട്ടുള്ളത്.